ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ ബൈ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ആൻഡ് അതിനകത്ത് വരുന്ന ലിറ്റററി ഡിവൈസസ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. 1809 to 1831 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ഫസ്റ്റ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള മിക്ക പോയംസും കൂടുതലായിട്ടും ഡെത്ത് എന്ന ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ ഫക്കീർ ഓഫ് ജംഗീര ആയിരുന്നു. ഇനി അദ്ദേഹം ഒരുപാട് പോയംസ് എഴുതിയിട്ടുണ്ട്. അത് പലതും ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പേട്രിയോട്ടിക് പോയട്രി കളക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹിസ്റ്ററി ഓഫ് പേട്രിയോട്ടിക് പോയട്രി ഇൻ ഇന്ത്യയെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് പേട്രിയോട്ടിക് പോയംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻഡോ പോർച്ചുഗീസുകാരനും അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ബ്രിട്ടീഷുകാരിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ കുറച്ച് ഇന്ത്യൻനെസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. അപ്പോൾ അതിന് പുറത്ത് അദ്ദേഹം എഴുതുന്ന ഒരു പേട്രിയോട്ടിക് പോയമാണ് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോയത്തിൻ്റെ ടൈറ്റിലിന് പുറകിൽ അങ്ങനെ ഒരു ടൈറ്റിൽ വരാനായിട്ട് ഒരു പർട്ടിക്കുലർ റീസൺ ഇല്ല. പക്ഷേ ഈ ഒരു ടൈറ്റിൽ നോക്കുമ്പോൾ ഈ പോയം എന്തുമായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന ഹാർപ്പ് ആൻഡ് ഇന്ത്യ, ഇത് രണ്ടും, അതായത് ഹാർപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരിലൂടെ, അതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത് ശരിക്കും ഇന്ത്യയാണ്. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നഷ്ടമായിട്ടുള്ള ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ പോയട്രി, അതിൻ്റെ ആ ഒരു ഗ്ലോറിയെക്കുറിച്ചൊക്കെയാണ് പോയറ്റ് ലമൻറ്റ് ചെയ്യുന്നത് ഈ പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും പോയറ്റ് പറയുന്നത് ആ സമയത്തുണ്ടായിരുന്ന ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ്, ആ പോയറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നു. അതിനുശേഷം ഈ പോയം അവസാനിക്കുന്നത് വളരെ ഒരു ഹോപ്പോടു കൂടിയാണ്. ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഗ്ലോറിയൊക്കെ വീണ്ടെടുക്കാനായിട്ട് അധികം താമസിയാതെ എല്ലാവരെ കൊണ്ടും സാധിക്കും എന്ന ഒരു പ്രതീക്ഷയോടെ ഈ പോയം അവസാനിക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു പോയമാണ് ഹെൻറി ഡെറോസിയോയുടെ ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ഒരു പോയം ബേസിക്കലി ഒരു സോണറ്റ് ആണോ എന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട്. ആക്ച്വലി ഇതൊരു സോണറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു സോണറ്റ് ആണ്. ബിക്കോസ് ഇറ്റ്സ് എ 14 ലൈൻഡ് പോയമാണ്. പക്ഷേ എന്നാലും ഇതിനെ ഒരു സോണറ്റിൽ നിന്നും, ട്രഡീഷണൽ സോണറ്റിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മെയിനായിട്ടും നമുക്ക് കാണാൻ പറ്റും, ഒരു ട്രഡീഷണൽ സോണറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ പോകും. പക്ഷേ ഈ ഒരു പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ബി എ ബി സി ഡി സി ബി ബി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പോയത്തിന് റൈം സ്കീമിലാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും സോണറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അങ്ങനെ പറയാമെങ്കിലും ഇത് ട്രഡീഷണൽ സോണറ്റിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്ന ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് റൈം സ്കീമിലുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സോണറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയത്തിന് ബേസിക്കലി രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഈ പോയത്തിനെ തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏത് സോണറ്റ് ആണെങ്കിലും നമുക്ക് അത് 14 ലൈൻഡാണ്. അതിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ സാധാരണ കേസിൽ ഒരു ട്രഡീഷണൽ സോണറ്റിൻ്റെ കേസിൽ ഇതുപോലെ നമ്മളൊരു സോണറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 8 ലൈൻഡ് സ്ട്രക്ചർ ആയിരിക്കും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 8 ലൈൻസ് ആയിരിക്കും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 6 ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഈ 8 ലൈൻസിനെ നമ്മൾ ഒക്ടേവ് എന്നും 6 ലൈൻസിനെ നമ്മൾ സെസ്റ്ററ്റ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ സോണറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഒക്ടേവ് ആൻഡ് എ സെസ്റ്ററ്റ് ആയിരിക്കും അതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഒരു ട്രഡീഷണൽ സോണറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സോണറ്റിനെ നമുക്ക് കാണാൻ പറ്റും, ഈ സോണറ്റിന് ഈക്വൽ ഡിവിഷനാണ്. സോണറ്റ് ഈസ് ഡിവൈഡഡ് ഈക്വലി. ഈ സോണറ്റ് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് 7 ലൈൻസ് ആൻഡ് സെക്കൻഡ് പാർട്ടിലും 7 ലൈനാണ്, ആദ്യത്തെ പാർട്ടിലും 7 ലൈനാണ്. അപ്പോൾ ഈക്വൽ ഹാഫ്സ് ആയിട്ടാണ് ഈ സോണറ്റിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് റീസൺ കൊണ്ട് ഇത് ബേസിക്കലി ഒരു സോണറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും 14 ലൈൻഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മളൊരു സോണറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ പേട്രിയോട്ടിക് പോയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കാര്യം, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ അദ്ദേഹം എഴുതിയത് കൊണ്ട് തന്നെ ഇതൊരു പേട്രിയോട്ടിക് പോയമാണ്. ആക്ച്വലി ഹെൻറി ഡെറോസിയോ എഴുതിയ ഒരു പേട്രിയോട്ടിക് പോയമാണ് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. The
poet begins with the question, why hangst thou lonely on yon withered bough? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനോടെയാണ് ഈ ഒരു പോയം തുടങ്ങുന്നത്. അപ്പോൾ പോയിറ്റ് ദോ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാർപ്പിനെ ആണെങ്കിലും ഒരു ഇന്നർ സെൻസ് അല്ലെങ്കിൽ ഒരു ഡീപ്പർ സെൻസിൽ നോക്കുകയാണെങ്കിൽ അത് ശരിക്കും കാണിക്കുന്നത് ദ പോയട്രി ആൻഡ് ആർട്ട് ഓഫ് ഇന്ത്യ ആണ്. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ വരെ ഇന്ത്യയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോയറ്റ്സ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ പോയറ്റ്സ്. അവർ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ലിറ്ററേച്ചർ, ആർട്ട്, അതിൻ്റെ ഗ്ലോറിയൊക്കെ ബ്രിട്ടീഷേഴ്സ് വന്നതോടെ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ശരിക്കും നമ്മുടെ പോയറ്റ് ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യനിലൂടെ പോയിൻ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയം തുടങ്ങുന്നത് വളരെ ലമൻറ്റിംഗ് ആയിട്ട് ഒരു മെലങ്കൊളി ട്യൂണിൽ തുടങ്ങുന്ന ഒരു പോയമാണിത്. അതിനി അങ്ങോട്ടുള്ള സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പോയറ്റ് പറയാണ്, അവിടെ ഒരു ഡ്രൈ ആൻഡ് ഡെഡ് ബ്രാഞ്ചിൽ സ്ട്രിങ് ഒക്കെ പൊട്ടിപ്പോയ ഒരു ഹാർപ്പ് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈ ആൻഡ് ഡെഡ് ബ്രാഞ്ച്, അതുപോലെ തന്നെ സ്ട്രിങ് പൊട്ടിപ്പോയ ഹാർപ്പ്, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇമേജസ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് ശരിക്കും നമ്മളെ കാണിച്ചു തരുന്നത് ഒരു ഡെത്ത്, ആ ഒരു അറ്റ്മോസ്ഫിയറാണ്, ഡെത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലമൻറ്റിംഗ് ആണ്, കംപ്ലീറ്റ് സാഡ്നെസ് ആണ് ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോയറ്റ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഡ്രൈ ആൻഡ് ഡെഡ് ബ്രാഞ്ച് എന്നോട് ഉദ്ദേശിക്കുമ്പോൾ ഒരു മരം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മരത്തിൻ്റെ മരണമാണ്. അതായത് ഇനി ആ മരം ഒരിക്കലും പൂക്കുകയോ കായ്ക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു ഡെത്ത് തന്നെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രിങ് പൊട്ടിപ്പോയ ഹാർപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഹാർപ്പിൻ്റെ ഒരു ഹാർപ്പ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ശരിക്കും ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രിങ് പൊട്ടിപ്പോയ ആ ഹാർപ്പ് പിന്നെ യൂസ്ലെസ് ആണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് സ്വീറ്റ് മെലഡീസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെത്ത് അറ്റ്മോസ്ഫിയറിലൂടെയാണ് പോയറ്റ് ഈ പോയം തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ശരിക്കും സിംബലൈസ് ചെയ്യുന്നത്, ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാർക്ക്, അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ്, അവർ പ്രൊഡ്യൂസ് ചെയ്ത ക്രിയേറ്റീവ് വർക്ക്, ആ വർക്കൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്ത ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് സഫർ ചെയ്തതിന് ശേഷം മരണമടയുകയാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡെത്തിനെ കുറിച്ചാണ് ശരിക്കും നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിൻ്റെ തുടക്കം വളരെ സാഡ്നെസ് ആൻഡ് മെലങ്കളി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ലൈനിൽ പോയിട്ട് പറയാണ്, വളരെ വേദനയോടെ പോയിട്ട് ഓർക്കുകയാണ്. അതായത് ഈ ഒരു ഹാർപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡെഡ് ബ്രാഞ്ചിൽ ഹാർപ്പ് കുറേ നാളായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ ഹാർപ്പിൻ്റെ സ്ട്രിങ് ഒക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഹാർപ്പ് എടുക്കാനോ അത് ഉപയോഗിക്കാനോ ആർക്കും പറ്റില്ല. കാരണം അതിൻ്റെ സ്ട്രിങ്, അതിൻ്റെ മെയിൻ വാല്യുബിൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രിങ് ആയിരുന്നു. ആ സ്ട്രിങ് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഇനി ഈ ഹാർപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അതിന് പഴയ പോലെ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഹാർപ്പ്, ഇന്ന് ഈ ഡെഡ് ബ്രാഞ്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഹാർപ്പ് ഒരുപാട് നാൾക്ക് മുന്നേ ചിലപ്പോൾ സ്വീറ്റ് മെലഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇനി ഒരിക്കലും ഈ ഹാർപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്വീറ്റ് മെലഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് വളരെ വേദനയോടെ നമ്മുടെ പോയറ്റ് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം അവിടെയുള്ള ആ ഒരു ബ്രാഞ്ച്, ആ ഒരു ട്രീ എന്നൊക്കെ പറയുന്നത്, ട്രീയും ഓൾറെഡി ഡെഡാണ്. അതുപോലെ തന്നെ അതിൽ തൂങ്ങിക്കിടക്കുന്ന അതിൻ്റെ ബ്രാഞ്ചിൽ തൂങ്ങിക്കിടക്കുന്ന ഹാർപ്പും ഡെഡാണ് എന്നാണ് പോയറ്റ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പോയിൻ്റ് ചെയ്യുന്നത് പോയറ്റ് പറയാണ്, അതായത് ഈ പറഞ്ഞ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇനി ഒരിക്കലും അവർക്ക് പുതിയ സോങ്സ് ഒന്നും എഴുതില്ല. കാരണം അവരെല്ലാവരും മൺമറഞ്ഞു പോയി. അപ്പോൾ അവർ ആ ഒരു ഫേമസ് ആയിട്ട് നിന്നിരുന്ന ഇന്ത്യൻ പോയിറ്റ്സ് ഒന്നും ഇനി ഒരിക്കലും പുതിയ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയുമില്ല. അതൊന്നും നമുക്ക് വായിക്കാനും പറ്റില്ല. കാരണം അവരെല്ലാവരും മൺമറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ ഹാർപ്പിൽ നിന്ന് സ്വീറ്റ് മെലഡീസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി ഒരിക്കലും നമുക്ക് ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിറ്ററേച്ചർ വായിക്കാനോ അത് സിങ് ചെയ്ത് കേൾക്കാനോ ഉള്ള അവസരം നമുക്കുണ്ടാവില്ല എന്നാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എല്ലാവരും മരിച്ചുപോയി എന്നാണ് അവിടെ പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, അതുമാത്രമല്ല ഈ ഹാർപ്പ് ഇപ്പോൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി കാണും. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇയേഴ്സ് ബിഫോറാണ്. അവരവിടെ ഉണ്ടായിരുന്നതിന് ശേഷം ആ ഒരു സമയത്താണ് ബ്രിട്ടീഷുകാർ വന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന് പോയി ആ ഒരു ബ്രിട്ടീഷ് കാലയളവ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വർഷങ്ങളായിരുന്നു. അതിനുശേഷം അവർ വന്നു പോയി, ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി. നമ്മൾ ഇന്ന് ഇത്രയും കാലം നമ്മൾ പിന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ ആരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവരെല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. അവരെല്ലാവരും മൺമറഞ്ഞു പോയി.
ദ ഏൻഷ്യൻ പോയറ്റ്സ് പ്രൊഡ്യൂസ്ഡ് സ്വീറ്റ് മെലഡി, അതായത് പണ്ടത്തെ ആ ഒരു ഇന്ത്യൻ പോയറ്റ്സൊക്കെ സ്വീറ്റ് മെലഡീസ് അവരുടെ പോയംസിലൂടെ സ്വീറ്റ് മെലഡീസാണ് അവർ നമുക്ക് സമ്മാനിച്ചത്. എന്നാൽ ഇനി ഒരിക്കലും അവർക്ക് അങ്ങനെയുള്ള സ്വീറ്റ് മെലഡീസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ അത് നമുക്ക് വായിക്കാനോ ഉള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ല. അതാണ് ഹാർപ്പിൽ നിന്നും ഇനി ഒരിക്കലും സ്വീറ്റ് മെലഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർപ്പ് ശരിക്കും ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് ആ ഒരു സമയത്തെ പോയട്രി ആൻഡ് ആർട്ട് ഓഫ് ഇന്ത്യ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത പോയറ്റ്സിനെ കുറിച്ച് സെക്കൻഡ് സെക്ഷനിലാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവർക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് അറൈവൽ ഓഫ് ദ ബ്രിട്ടീഷേഴ്സാണ്. ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യ ഒരു കോളനിയാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ഇന്ത്യയിൽ മോഡേണിറ്റി, ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾക്ക് പല രീതിയിലും സഫർ ചെയ്യേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് പോയംസ് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റാതിരുന്നത്. അതാണ് ബ്രിട്ടീഷുകാരാണ് അവരെ മാക്സിമം ഇനി ഒരു എഴുതാതിരിക്കാനും അല്ലെങ്കിൽ ഇനി പുതിയ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് അവരെ മാക്സിമം അടിച്ചമർത്തിയതും അവരെ അതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്തതും എപ്പോഴും തടഞ്ഞു നിർത്തിയിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ വരവാണ് ഈ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറിയത്. അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം. എന്നിട്ട് പറയാണ്, ഹാർപ്പ് ഇപ്പോൾ ഒരു ഡെഡ് ബ്രാഞ്ചിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ ഹാർപ്പിനെ തലോടി അതിൻ്റെ സൈഡിലൂടെ ഇളം കാറ്റ് പോകുന്നുണ്ടെങ്കിലും ആ ഇളം കാറ്റ് തലോടി പോയാലും ആ ഹാർപ്പിനെ തഴുകി പോയെന്നാലും അതിൽ നിന്ന് ഒരു കാം വോയിസ് പോലും, ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക് പോലും അതിൽ നിന്ന് കേൾക്കാൻ പറ്റിയില്ല. കാരണം ഹാർപ്പിൽ നിന്ന് ഇനി ഒരിക്കലും ഒരു മ്യൂസിക്കും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം അതിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സ്ട്രിങ് പൊട്ടിപ്പോയിരിക്കുന്നു. ആ സ്ട്രിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. സ്ട്രിങ് ഇല്ലാത്തപ്പോൾ അത് വളരെ യൂസ്ലെസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹാർപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്ട്രിങ് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഇനി ഒരിക്കലും നമുക്ക് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇനിയെല്ലാം കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണെന്നാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പറയുന്നത് ശരിക്കും അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർപ്പിനെ ഒരു ചെറിയ കാറ്റ് പോലും തഴുകി പോയിട്ടും അതിൽ നിന്നൊരു ചെറിയ വോയിസ് പോലും കേട്ടില്ല. അതുകൊണ്ട് പറയുന്നത് അവിടെ കംപ്ലീറ്റ് സൈലൻസ് ആണ്. അപ്പോൾ സൈലൻസ്, ഇതുപോലെ ഡെഡ് ആൻഡ് ഡ്രൈ ബ്രാഞ്ച്, അതുപോലെ തന്നെ ഹാർപ്പ്, അൺസ്ട്രങ്ഡ് ഹാർപ്പ്, അതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു കംപ്ലീറ്റ് സൈലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഡെത്തിനെ തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ആ മരിച്ചുപോയ ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഡെത്തിനെ തന്നെയാണ് വീണ്ടും പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് പോയറ്റിനെ സംബന്ധിച്ച് പോയറ്റ് പറയാണ്, ബ്രിട്ടീഷുകാരാണ് ശരിക്കും ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ പോയറ്റ്സിനെ ശരിക്കും ഇല്ലാതാക്കിയത്. അവരുടെ മരണത്തിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. കാരണം അവർ വന്നതോടെയാണ് ഒരു ഡെസേർട്ടിൽ നിൽക്കുന്ന ഒരു റൂയിൻഡ് മോണുമെൻറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെസേർട്ട് എന്ന് വെച്ചാൽ ഓൾറെഡി ആൾക്കാരൊന്നും ഇല്ല, ശൂന്യമായിട്ട് കിടക്കുകയാണ്. അതുമാത്രമല്ല റൂയിൻഡ് മോണുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും താമസിക്കാനോ ഒന്നും പറ്റില്ലാത്ത ഒരു മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, നാശമായി കിടക്കുന്ന ഒരു മോണുമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു മോണുമെൻറ്റ് ഒരു ഡെസേർട്ടിലുണ്ട് എന്ന് പറയുന്നതിലൂടെ കംപ്ലീറ്റ് സൈലൻസ്, ഡെഡ്, ഇങ്ങനെയുള്ള തീംസൊക്കെയാണ് ശരിക്കും പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അതുപോലെ ഒരു ഡെസേർട്ടിൽ ശൂന്യം, ആരുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു മോണുമെൻറ്റ് പോലെ അന്ന് വളരെ ഗ്ലോറിയസ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളെ ഒക്കെ ഇല്ലാതാക്കാനുള്ള മെയിൻ റീസൺ ആരായിരുന്നു? ബ്രിട്ടീഷുകാരാണെന്നാണ് നമ്മുടെ പോയറ്റ് ഹെൻറി ഡെറോസിയോയ്ക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം. അപ്പോൾ അത് അദ്ദേഹം പറയാണ്, ആ ബ്രിട്ടീഷുകാർ മാത്രമാണ് അന്നത്തെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും വലിയ ഗതികേട് വരാനും അവരെല്ലാവരും മരിച്ചു പോകാനും പിന്നീട് ഒരിക്കലും അവരുടെ സ്വീറ്റ് മെലഡീസ് ഞങ്ങൾ കേൾക്കാതിരിക്കാനും ഒക്കെയുള്ള മെയിൻ റീസൺ നമ്മുടെ ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവർ കാരണമാണ് ഈ ഇന്ത്യൻ പോയറ്റ്സൊക്കെ പുതിയ വർക്കുകൾ പബ്ലിഷ് ചെയ്യാതിരുന്നത്. പുതിയ വർക്ക്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ അവർ മൺമറഞ്ഞു പോയതിന് മെയിൻ റീസൺ ഈ വന്ന ബ്രിട്ടീഷുകാരാണ്, കോളനൈസേഴ്സ് തന്നെയാണ് എന്നാണ് ഹെൻറി ഡെറോസിയോ പേഴ്സണലി പറഞ്ഞു വെക്കുന്നത്. ഇനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോയം അവസാനിച്ചു. അതിലൂടെ പറഞ്ഞത് ഹാർപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ സ്ട്രിങ് ആണ് അതിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ സ്ട്രിങ് ഇല്ലാത്ത ഹാർപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്, അതിനെ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആ ഹാർപ്പ് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഹാർപ്പിൻ്റെ പോലെ തന്നെ ഇപ്പോൾ അന്നത്തെ ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ അവർക്ക് പുതിയ പുതിയ വർക്കുകൾ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ അപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന് അവരെ ഒരുപാട് അവരുടെ ഫ്രീഡത്തിനെയൊക്കെ
എന്താണ് ഡിപ്രസ് ചെയ്തു, അവരെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കി. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആ ഒരു സമയത്ത് സഫർ ചെയ്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ മാത്രമാണ് അവരെ പുതിയ പുതിയ വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കാതിരുന്നതും. അതുകൊണ്ട് എന്ത് ചെയ്തു, കാലക്രമേണ അവരെല്ലാവരും മരണമടഞ്ഞു പോയി, മൺമറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിക്കലും അവരിൽ നിന്നും അവർ പണ്ട് എഴുതിയിരുന്ന പോലത്തെ സ്വീറ്റ് മെലഡീസ് ഒന്നും ഇനി ഒരു കാലത്തും നമുക്കാർക്കും പുതിയതായിട്ടുള്ള സ്വീറ്റ് മെലഡീസ് ഒന്നും ഇനി ഒരിക്കലും നമുക്ക് ആർക്കും കേൾക്കാനേ സാധിക്കില്ല എന്നാണ് നമ്മുടെ പോയിറ്റ് ഫസ്റ്റ് പാർട്ടിലൂടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ ഹാർപ്പ് ശരിക്കും ആ ഒരു സമയത്തെ ഇന്ത്യൻ പോയട്രി ആൻഡ് ആർട്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗ്ലോറി നഷ്ടപ്പെടാനുള്ള റീസൺ, ദ അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ്, ദ കോളനൈസർ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും ചെറിയ രീതിയിൽ ഒരു മോർണിംഗിലാണ് ഈ ഒരു പോയം തുടങ്ങുന്നത്. മോർണിംഗ് ദ സ്പെല്ലിംഗ് ഈസ് MOURNING ആണ്. അപ്പോൾ മോർണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇവിടെയും ഒരു സാഡ്നെസ്സോടെ തന്നെയാണ് തുടങ്ങുന്നതെങ്കിലും എന്താണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് അവസാനിക്കുന്നത് ഒരു ഹോപ്പിലാണ്, ഒരു പ്രതീക്ഷയോടെയാണ് സെക്കൻഡ് പാർട്ട് അവസാനിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല ഇവിടെ ഹാർപ്പ് സിംബലൈസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ ഹാർപ്പ് സിംബലൈസ് ചെയ്തത് ഇന്ത്യൻ പോയട്രി ആൻഡ് ആർട്ട് ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുന്നേ വരെയുള്ള ഇന്ത്യൻ പോയട്രി ആൻഡ് ആർട്ടിന് ബ്രിട്ടീഷേഴ്സിൻ്റെ വരവോടുകൂടി എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യത്തെ കാണിക്കാൻ വേണ്ടി, ആ നഷ്ടത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഹാർപ്പ് എന്ന ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സിംബൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്തത്. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ ഹാർപ്പ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പോയിൻ്റ് ചെയ്യുന്നത് കൂടുതലും അന്നത്തെ ആ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ്, അതായത് ഇന്ത്യൻ പോയിറ്റ്സിനെ കുറിച്ചാണ് സെക്കൻഡ് പാർട്ടിൽ ഹാർപ്പ് സിംബലൈസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ പോയിറ്റ് പറയാണ്, അതായത് അദ്ദേഹം അടങ്ങുന്ന പോയറ്റ്സിനൊക്കെ മുന്നേ, അതായത് ഹെൻറി ഡെറോസിയോ മുതലായ പോയറ്റ്സുകൾ ഒക്കെ ഈ ലോകത്തിലേക്ക് പോയറ്റ്സ് എന്ന രീതിയിൽ വരുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഇന്ത്യക്ക് അഭിമാനമായിട്ട് പറയാൻ പറ്റുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ പോയറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മെലഡീസ് എന്ന് പറയുന്നത് അതായത് ഹെൻറി ഡെറോസിയോ മുതലായ പോയറ്റ്സൊക്കെ എഴുതുന്നതിലും എത്രയോ മടങ്ങ് മാധുര്യമുള്ളതായിരുന്നു, എത്രയോ മടങ്ങ് ഫെയിമിലെത്തേണ്ടതായിരുന്നു, എത്രയോ മടങ്ങ് സ്വീറ്റ് ആയിരുന്നു, അത് എത്രത്തോളം മോശമായിരുന്നു, അങ്ങനെ ഭയങ്കര ഗ്ലോറി നേടിയിട്ടുള്ള വർക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവർക്കൊരിക്കലും പിന്നീട് അത്തരത്തിൽ പുതിയ വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദി ബ്രിട്ടീഷേഴ്സ് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പോലും ഇത്ര നല്ല എക്സലൻ്റ് ആയിട്ടുള്ള പോയിട്രി ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം. അതുകൊണ്ട് ഈ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടാക്കിയ പോയിംസ് ആൾക്കാരെ എന്നും ഹരം കൊള്ളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലും, നമ്മുടെ ഹെൻറി ഡെറോസിയുടെ പോലും പോയറ്റ് അത്രത്തോളം ആൾക്കാരെ ഹരം കൊള്ളിച്ചിരുന്നില്ലെങ്കിൽ പോലും അതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ പോയറ്റൊക്കെ ആൾക്കാർക്ക് എന്നും ഒരു ഹരമായിരുന്നു, അവരെ ഹരം കൊള്ളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പറയാണ്, പക്ഷേ സാരമില്ല, അതായത് അന്നത്തെ ആ സ്വീറ്റ് മെലഡീസ് എഴുതിയ ആ കരങ്ങളെല്ലാം ഇന്ന് തണുത്ത് മരച്ചിരിക്കുകയാണ്. ദോസ് ഹാൻഡ്സ് ആർ കോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മെറ്റഫർ ടു ഡെത്ത് ആണ്. അവരുടെ കരങ്ങൾ, അതായത് നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ ശരീരമെല്ലാം മുഴുവനും തണുത്ത് മരച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തണുത്ത് മരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് മരിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റൊക്കെ മരിച്ചെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയതായിട്ട് അവർക്ക് സ്വീറ്റ് മെലഡീസ് ഒന്നും ഇനി നമ്മൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അവർ അന്ന് ജീവിച്ചിരുന്ന സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ വർക്കുകളിലൂടെ ഇന്ന് അവർ ജീവിക്കുന്നു എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരാൾ മരിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മരിച്ച ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ എന്നെന്നും ഓർക്കാൻ വേണ്ടിയിട്ടും അയാളെ അടക്കം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ചെറിയ ചെടി ചെല്ലം നടാറുണ്ട്. ഭാവിയിൽ അത് ചിലപ്പോൾ വളർന്നൊരു ഫ്ലവറിങ് ട്രീ ആവും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നൽകുന്ന നല്ലൊരു ട്രീ ആവും, അല്ലെങ്കിൽ വെറും ഒരു ഫ്ലവർ കൊടുക്കുന്ന നല്ലൊരു ചെടിയായിട്ടെങ്കിലും അത് വളർന്നു വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെടികളൊക്കെ നട്ട് വെക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ നമ്മൾ നട്ട് വയ്ക്കുമ്പോൾ ആ ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ പൂക്കളിലൂടെ ജീവിക്കുന്നത് അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആ വ്യക്തി തന്നെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പോയറ്റ് പറയാണ്, ഈ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോയിറ്റ് കമ്പയർ ചെയ്യാണ് ഇവരുടെ വർക്കിലൂടെ. ഈ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളൊക്കെ ഇന്ന് ജീവനോടെ ഇല്ലെങ്കിലും അവരുടെ വർക്കിലൂടെ അവരെല്ലാവരും ഇന്നും ഈ ലോകത്ത് ജീവനോടെ ഉണ്ട്. ഞങ്ങളെപ്പോലുള്ള പുതിയ ജനറേഷനിലെ പോയിറ്റ്സിന് ഒരു ഇൻഫ്ലുവൻസായി, ഒരു ഇൻസ്പിറേഷനായി ഞങ്ങളോടൊപ്പം ഇന്നും അവർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഗ്ലോറി തിരിച്ചു പിടിക്കാൻ ഞങ്ങളെപ്പോലുള്ള പോയിറ്റ്സിന് സാധിക്കും എന്ന ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. വളരെ മനോഹരമായ
മനോഹരമായിട്ടുള്ള ഒരു പോയമാണ്. ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന പേരിലൂടെ തന്നെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറമായിട്ട് വളരെ കുറച്ച് ചുരുങ്ങിയ ലൈൻസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേട്രിയോട്ടിക് പോയമാണ് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ. ശരിക്കും അദ്ദേഹം പറയുന്നത് അവരെ ഇൻസ്പയർ ചെയ്യാനും ഹെൻറി ഡെറോസിയോ മുതലായിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള പോയിറ്റ്സിനെയൊക്കെ ഇൻസ്പയർ ചെയ്യാനായിട്ട് അന്നത്തെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളൊന്നും ജീവനോടെ ഇല്ലെങ്കിലും, അതുമാത്രമല്ല അവരിൽ നിന്ന് പിന്നീട് സ്വീറ്റ് മെലഡീസ് ഒന്നും ഈ ലോകത്തിലേക്ക് കിട്ടില്ല എന്നുള്ള വിഷമമുണ്ടെങ്കിലും അവർ അന്ന് ക്രിയേറ്റ് ചെയ്ത വർക്കുകളൊക്കെ ഇന്ന് ഫേമസ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫേമസ് ആയിട്ടുള്ള വർക്കിലൂടെ ആ പോയിറ്റ്സ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ ഒരു ഇൻസ്പിറേഷൻ, അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്കിലൂടെ അവർ ഈ പറഞ്ഞ പ്രസൻറ്റ് ജനറേഷനിലെ പോയിറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഗ്ലോറി, ഇന്ത്യൻ പോയട്രി ആൻഡ് ആർട്ടിൻ്റെ ഗ്ലോറിയൊക്കെ തിരിച്ചു പിടിക്കാനാകും എന്ന പ്രതീക്ഷയോടെയും ഉറച്ച വിശ്വാസത്തോടെയുമാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ പോയം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ലിറ്റററി ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ പോയത്തിനകത്ത് ലിറ്റററി ഡിവൈസസ് നോക്കാം. മെയിനായിട്ടും ഈ പോയത്തിൽ 3 ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സിമിലി, സെക്കൻഡ് വൺ പേഴ്സോണിഫിക്കേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് സിനക്ഡോക്കിയാണ്. അപ്പോൾ സിമിലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ 2 കാര്യത്തെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അത് മെറ്റഫറിൽ നിന്നുമുള്ള ഡിഫറൻസ് ഇതാണ്. ആസ് ആൻഡ് ലൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പാരിസൺ നടത്തുന്നതെങ്കിൽ അത് സിമിലി ആയിരിക്കും. ഒരു കോമൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീസ് ആസ് ഇന്നസെൻറ്റ് ആസ് ആൻ ഏഞ്ചൽ, അതിനകത്ത് ആസ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു സിമിലിയാണ്. ഇനി നമ്മളുടെ പോയത്തിനകത്ത് സിമിലി എന്ന് പറയുന്നത് ലൈക്ക് റൂയിൻഡ് മോണുമെൻറ്റ് ഓൺ ഡെസേർട്ട് പ്ലെയിൻ ആണ്. അവിടെ ശരിക്കും ആ ഹാർപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ആ ഡെഡ് ബ്രാഞ്ചിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിനെ ശരിക്കും ഒരു ഡെസേർട്ടിൽ റൂയിൻഡ് ആയിട്ട് കിടക്കുന്ന, ഉപയോഗശൂന്യമായി കിടക്കുന്ന, നശിച്ചു പോയ ഒരു മോണുമെൻറ്റിനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ലൈക്ക് യൂസ് ചെയ്ത് കമ്പാരിസൺ നടത്തിയത് കൊണ്ട് തന്നെ അതൊരു സിമിലിയാണ്. ഇനി അടുത്തത് പേഴ്സോണിഫിക്കേഷനാണ്. പേഴ്സോണിഫിക്കേഷനും കമ്പാരിസൺ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹ്യൂമൻ ട്രെയ്റ്റ്സ്, ജെസ്റ്റേഴ്സ്, സെൻസേഷൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഹ്യൂമൻ ഫീലിങ്സ്, ഇമോഷൻസ്, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്. അതിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് സൺ സ്മൈൽഡ് അറ്റ് അസ്. അപ്പോൾ സ്മൈൽഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷനാണ്, സൈ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷനാണ്, വേവ്ഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ജെസ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഒരു രീതിയിലുള്ള കമ്പാരിസൺ നടത്തുന്നത്. ഇനി പോയത്തിൽ പേഴ്സോണിഫിക്കേഷൻ മെയിനായിട്ടും വൈ ഹാങ്സ്റ്റ് ദോ ലോൺലി മസ്റ്റ് ദോ ദെയർ റിമൈൻ ബ്രീസ് സൈ ഓവർ thee സൈലൻസ് ഹാർട്ട് ബൗണ്ട് thee വിത്ത് ഹർ ചെയിൻ. ഈ ലൈൻസിലാണ് മെയിനായിട്ടും പേഴ്സോണിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് ലൈനിൽ ധോ, സെക്കൻഡ് ലൈനിൽ ധോ, ബ്രീസ് സൈ എന്നുള്ള തേർഡ് ലൈനിലെ സൈ ആൻഡ് ഫോർത്ത് ലൈനിലെ ഹെർ. ഇത്രയുമാണ് ഇതിനകത്ത് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ആ ഒരു ഡെഡ് ബ്രാഞ്ചിൽ നമ്മുടെ ഹാർപ്പ് തൂങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ വാല്യൂബിൾ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും പഴയതുപോലെയുള്ള ആ സ്വീറ്റ് മെലഡീസ് ഈ ഒരു ഹാർപ്പ് എന്ന ഇൻസ്ട്രുമെൻറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഹാർപ്പ് എന്ന ഇൻസ്ട്രുമെൻറ്റ് എന്നേക്കുമായിട്ട് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോയറ്റ്സിൻ്റെ പോയട്രി എന്നേക്കുമായി മരിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും അവർ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത പോലത്തെ സ്വീറ്റ് മെലഡീസ് ഒന്നും ഇനി ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ സൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ആ പോയറ്റ്സിൻ്റെ പോയട്രി എല്ലാം എന്നേക്കുമായി മരിച്ചിരിക്കുന്നു എന്നാണ് സൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിധി അതായിരുന്നു. അവരുടെ ആ ഒരു സ്വീറ്റ് മെലഡീസ്, ഇത്രയും സ്വീറ്റ് മെലഡീസ് മാത്രമേ അവർക്ക് ഈ ലോകത്തിന് തരാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ വിധി മരണമായതുകൊണ്ട് തന്നെ, മരണം അവരെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് തന്നെ പിന്നീട് കുറേ അധികം സ്വീറ്റ് മെലഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരെ വിധി അനുവദിച്ചില്ല. അപ്പോൾ അതായിരുന്നു അവരുടെ വിധി എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് ഒരുപാട് സ്വീറ്റ് മെലഡീസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു, എന്നാൽ പിന്നീട് ഒരിക്കലും അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അന്നപ്പോഴേക്കും അവരുടെ വിധി അനുസരിച്ച് മരണം അവരെ കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിനകത്ത് പേഴ്സോണിഫിക്കേഷൻ. ഇനിയുള്ളത് സിനക്ഡോക്ക് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പാർട്ട് കാണിക്കും, അതൊരു ഹോളായിട്ടുള്ള ഒരു ഐറ്റത്തിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു കാറുണ്ട് എന്ന് പറയുന്നതിന് പകരം ഐ ഹാവ് ഗോട്ട് വീൽസ് എന്ന് പറയുന്നു. അപ്പോൾ വീൽ എന്ന് പറയുന്നത് കാറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാഗം എന്നത് മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കാറിനെ തന്നെയാണ്. അപ്പോൾ എ പാർട്ട് റെപ്രസെൻറ്റിങ് എ ഹോളാണ്. അത് നേരെ തിരിച്ചുമാകാം. സിനക്ഡോക്കിൻ്റെ കേസിൽ ചിലപ്പോൾ എ ഹോൾ റെപ്രസെൻറ്റിങ് എ പാർട്ടുമാകാം, എ പാർട്ട് റെപ്രസെൻറ്റിങ് എ ഹോളുമാകാം ഡോക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ പോയത്തിനകത്ത് സിനക്ഡോക്ക് എന്ന് പറയുന്നത് മെനി എ ഹാൻഡ് ആൻഡ് ദോസ് ഹാൻഡ്സ് എ കോൾഡ് എന്നുള്ളതാണ്.
അതിൽ മെനി എ ഹാൻഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ലൈനിൽ ഹാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദ ഹോൾ ബോഡി, ഒരാളുടെ ബോഡിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ആ ഒരു പാർട്ടിലൂടെ ആ ഹോൾ ബോഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലൈനിൽ ഹാൻഡ്സ്, ദോസ് ഹാൻഡ്സ് ആർ കോൾഡ്, അവിടെ ഹാൻഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെൻറി ഡെറോസിയോ തുടങ്ങിയ പോയറ്റ്സിന് ഒക്കെ വരുന്നതിന് മുന്നേ ഇന്ത്യയിലുണ്ടായിരുന്ന ആ മരിച്ചുപോയ ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെയാണ് ദോസ് ഹാൻഡ്സ് ആർ കോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും നമ്മൾ സിനഗ്ഡോക്കും നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ഈ പോയത്തിനകത്ത് മെയിനായിട്ടും യൂസ് ചെയ്തിട്ടുള്ള ലിറ്റററി ഡിവൈസസ്. നമ്മുടെ പോയം ഇവിടെ അവസാനിക്കുകയാണ്. പോയത്തിൻ്റെ ഈ ഒരു സമ്മറി കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് ദ ലിറ്റററി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സമ്മറി പറഞ്ഞതിന് ശേഷം ഈ ഒരു ടൈറ്റിലിൻ്റെ ശരിക്കുമുള്ള ആ ഒരു മീനിങ്, അതിൻ്റെ ഇന്നർ മീനിങ് ഇതാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.